എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിയപ്പവും കോളിഫ്ലവർ കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇടിയപ്പത്തിനുള്ള അരിപ്പൊടിക്കകത്ത് കുറച്ച് ഉപ്പിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നനവായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കാവേ. ഇതിൻ്റെ ചൂടെല്ലാം മാറി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ കറി വെക്കാനുള്ള കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിലുള്ള പച്ച ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതായത് കത്തി വെച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കൈ വെച്ച് തന്നെ ഇങ്ങനെ അടത്തിയെടുക്കാമായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ ആയിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഫ്ലവർ പോലുള്ള ഭാഗം ചെറുതായിട്ട് മുറിച്ചെടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതേ ഞാനിതെല്ലാം കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. അതേ നമ്മുടെ കോളിഫ്ലവർ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ കറിക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിന്നിപ്പോൾ കുക്കറിനകത്താണ് ഇത് വെക്കുന്നത്. നമുക്ക് ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചാലും മതിയേ. അപ്പോൾ അതേ അതിനായിട്ട് കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പം കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നു കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിയുമ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചൂറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 3-4 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാവേ. ഇനി ഈ കറിക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് മാക്സിമം ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതിയേ. ഇനി ഈ കറിക്ക് ആവശ്യമായ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, അതിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നേരത്തെ കടുക് വറുത്തിട്ട് ഇട്ടതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കടുക് വറുത്ത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പം ഞാൻ ദേ ഇടിയപ്പവും കോളിഫ്ലവർ കറിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.